പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായി സ്വാഗതം. ഇപ്പം വീഡിയോ കുറവാണെന്ന് തോന്നുന്നു. ഇനി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇച്ചിരി തിരക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ സർവമായ എന്ന ചിത്രമാണല്ലോ ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള ചിത്രം. ബാക്കി ചിത്രങ്ങളെല്ലാം തന്നെ പൊതുവെ പുതിയതൊന്നും റിലീഫ് ആകുന്നില്ല. അപ്പോൾ സർവമായ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർവമായയുമായിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം 5 കോടിക്ക് മുകളിൽ 5,42,00,000 രൂപയാണ് ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം നേടിയത്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും 2,55,00,000 എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ 65,85,00,000 എത്തുന്നു. അതുപോലെ ഹിന്ദി ബെൽറ്റിൽ നിന്നും 2,38,00,000 രൂപ ആണ് ഞായറാഴ്ച വരെ നേടിയതെങ്കിൽ തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടുന്നുണ്ട്. ഏകദേശം 1 കോടിക്ക് മുകളിലാണ് ഈ കളക്ഷൻ. അങ്ങനെ കേരള കളക്ഷൻ 67 കോടിയിലേക്ക് എത്തുന്നു. മികച്ച രീതിയിലുള്ള കളക്ഷൻ 67 കോടി 70-75 കോടിയിലേക്ക് ചെന്ന് നിൽക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം ഞായറാഴ്ച ദിവസം 3 കോടിക്ക് മുകളിലായിരുന്നു ഇതിൻ്റെ കളക്ഷൻ. പിന്നെ തിങ്കളും ചൊവ്വയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അത് 1 കോടി ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നും 1 കോടിക്ക് മുകളിലുള്ള തുക നേടുമെന്ന് തന്നെ കരുതുന്നു. ഇന്നുകൊണ്ട് ഈ ചിത്രം 68 കോടി കടക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഇന്ത്യാഗ്രോഫായിട്ട് ഞായറാഴ്ച വരെ കാണിക്കുന്നത് 76,85,00,000 രൂപയാണ് ഞായറാഴ്ച വരെ. തിങ്കളാഴ്ചത്തെ കൃത്യമായിട്ടുള്ള വിവരം വന്നിട്ടില്ല. ഓവർസീസ് കളക്ഷനായിട്ട് 53,65,00,000 കാണിക്കുന്നു. അങ്ങനെ ടോട്ടൽ 130,50,00,000 ഞായറാഴ്ച വരെ കാണിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച കൊണ്ട് ഈ ചിത്രം ഏകദേശം 133 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഇന്നുകൊണ്ട് ഇത് 135 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ സർവമായ വിശേഷങ്ങൾ തന്നെയാണ്. സർവമായ തരംഗമായി മാറുന്നു. അതിനിടയിൽ സർവമായയെ പറ്റി വരുന്നൊരു വാർത്ത, നിവിൻ പോളിയുടെ ആദ്യത്തെ 100 കോടി ചിത്രമാണ് സർവമായ. അതിലുപരി മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ 10 സിനിമകളിൽ ഒന്നായിട്ടും സർവമായ മാറുന്നുണ്ട് എന്നുള്ളതാണ് സർവമായയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്ത. ഇതിനിടയിൽ OTT റിലീഫ് എന്നാണെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന, കാരണം ഞായറാഴ്ചയും 3 കോടിക്ക് മുകളിലായിരുന്നു കളക്ഷൻ. അങ്ങനെ ഉള്ള ചിത്രം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തോടെ OTT പ്രദർശനത്തിലെത്താൻ സാധ്യതയുള്ളൂ. ജിയോ ഹോട്ട്സ്റ്റാർ വൻ വിലയ്ക്ക് ഇതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ാണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ മൊത്തം ബിസിനസ് ഒരുപക്ഷെ 175 കോടി കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതാണ് സർവമായ വിശേഷങ്ങൾ. ഇതിനിടയിൽ OTT വിശേഷങ്ങൾ, തകൃതിയായുള്ള OTT വിശേഷങ്ങൾ വരുന്നുണ്ട്. OTT റിലീഫ് ആകുന്ന 2 ചിത്രങ്ങൾ, ഒന്ന് മോഹൻലാൽ ദിലീപ് കോംബോ ഒന്നിച്ച ശ്രീ ഗോകുലം മൂവീസിൻ്റെ ചിത്രമായിരുന്നു ബബ്ബബ്ബ. തിയേറ്ററിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാത്ത ഈ ചിത്രം OTTയിലേക്ക് ഈ 16-ാം തീയതി എത്തുന്നു. C5 ആണ് ഈ ചിത്രം OTTയിലേക്ക് എത്തിക്കുന്നത്. 16-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. മറ്റൊരു ചിത്രമാണ് കളങ്കാവൽ. കളങ്കാവൽ മമ്മൂട്ടിയുടെ പ്രതിനായകനായി വന്ന തിയേറ്ററിൽ വൻ വിജയമായ ചിത്രമാണ്. ഏകദേശം 83 കോടിയാണ് തിയേറ്ററിൽ നിന്ന് ഇത് കളക്ട് ചെയ്തത്. മമ്മൂട്ടിയുടെ 100 കോടി എന്നുള്ള സ്വപ്നം ഇതിനും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എങ്കിലും OTT റിലീഫിങ്ങിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതും 16-ാം തീയതി തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. സോണി ലൈവിലൂടെയാണ് ഇത് റിലീഫ് ചെയ്യുന്നത്. അങ്ങനെ കളങ്കാവൽ എന്ന ചിത്രവും OTTയിലെത്തുന്നു. മമ്മൂട്ടിയുടെ പല ചിത്രങ്ങളെയും OTTക്ക് വേണ്ട എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു പലപ്പോഴും. എന്തിനു പറയുന്നു, ബഫുക്ക പോലും ഇപ്പോഴും OTT റിലീഫായിട്ടില്ല. പക്ഷെ കളങ്കാവൽ റിലീഫ് കഴിഞ്ഞ് വളരെ വൈകാതെ തന്നെ OTTയിലെത്തുന്നു. അത് തന്നെ ഒരു ശുഭസൂചനയാണ്. അപ്പോൾ OTTയിൽ ബബ്ബബ്ബയും കളങ്കാവലും ഒക്കെ തന്നെ ഏറ്റുമുട്ടുന്നു. സർവമായ തൻ്റെ കുതിപ്പ് തുടരുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് മലയാള സിനിമയിൽ നിന്നുള്ള വാർത്തകൾ. ഇതൊക്കെ തന്നെയാണ് മലയാളത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.